അമ്മൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയിട്ട് അത്യാവശ്യം ലേസി ആയിട്ടുള്ള ഒരു ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത് എനിക്ക്. അല്ലെങ്കിൽ ഞാൻ രാവിലെ പണിക്ക് പോകുന്നതുകൊണ്ട് ധൃതി വെച്ചുള്ള പണികളാണ്. നിങ്ങളെൻ്റെ വ്ളോഗ് കാണുന്നതാണെങ്കിൽ അറിയാൻ പറ്റും. പക്ഷേ ഇത് ഞാനിങ്ങനെ പുറത്തോടൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ പകർത്തി അതൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പം നമ്മൾ ചോറ് റൈസ് കുക്കറെ വെച്ചിട്ടുള്ളതുകൊണ്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. കുടിവെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഗ്രീൻ പീസാണ് കറി വെക്കുന്നത്. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കറി റെഡിയാക്കിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ നേരത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഒരു വ്ളോഗിൽ ഇതേപോലെ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇതേ ചപ്പാത്തി പരത്താമെന്ന് വിചാരിച്ചു. ആദ്യമേ കറി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടാണ് ചപ്പാത്തി പരത്തുന്നത്. കാരണം ചൂടോടെ ചപ്പാത്തി വിശപ്പനുസരിച്ച് ആൾക്കാർക്ക് കഴിക്കാമല്ലോ. കറി റെഡിയായി ആദ്യമേ ഇരുന്ന് കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ സ്പീഡൊന്ന് കൂട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞു നമുക്ക് കാഞ്ഞിരപ്പള്ളി വരെ ഒന്ന് പോകാം, കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതേ കേട്ട പാതി കേൾക്കാത്ത പാതി ഫുഡൊക്കെ റെഡിയാക്കി കഴിച്ചിട്ട് പിള്ളേരെ ഒരുക്കി ഞാനും റെഡിയായി, ചേട്ടനും റെഡിയായി, ഞങ്ങളിതേ പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 1:30 കഴിഞ്ഞ് നല്ല വെയിലുള്ള സമയമാണ്. ഇടയ്ക്കൊരു മഴമൂടലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വെയിലാണ്. ടൗണിലോട്ട് ചെന്നപ്പോൾ ഭയങ്കര ചൂട്. വീട്ടിലിരിക്കുമ്പോൾ ഇതിൻ്റെ പകുതി ചൂട് അറിയത്തില്ല. അങ്ങനെ നമ്മൾ അക്കരപ്പള്ളിയിലോട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ കല്യാണത്തിന് മുന്നേ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇവിടെ വരുമായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് വരുന്നില്ല. അപ്പോൾ ഇന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. കാരണം കുറേ നാളായിട്ട് ഹോസ്പിറ്റല്, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മരുന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ മൈൻഡൊന്നും സെറ്റല്ലാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സമാധാനം. അങ്ങനെ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരിക്കണമല്ലോ. ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പച്ചക്കറി വാങ്ങാൻ പോയി. പച്ചക്കറിയും വാങ്ങി നമ്മുടെ സ്മാർട്ട് ബസാറിൽ കയറി കുറച്ച് വീട്ടിലേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങളും കൂടെ വാങ്ങണമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് അങ്ങനെ വാങ്ങും. പിന്നെ തീരുന്നതനുസരിച്ച് അടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങും. അങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. ഇതുപോലൊരു ഞായറാഴ്ച ഒരു കറക്കം ഉള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ഒഴിഞ്ഞ കാലിക്കുപ്പികളിലെല്ലാം നമ്മുടെ സംഭവങ്ങളെല്ലാം എടുത്ത് ഫില്ല് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ചായ ഇടാമെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം നല്ല ക്ഷീണമായി വെയിലൊക്കെ കൊണ്ട് വന്നതുകൊണ്ട് ചായക്ക് ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. ആ കൂടെ തന്നെ ചേട്ടൻ ബ്രെഡും ടോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരും ഞാനും ചേട്ടനും കൂടെ കൂടിയിട്ട് ഈ ബ്രെഡും ബിസ്ക്കറ്റും ചായയൊക്കെ കൂടെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് നമ്മൾ വൈകിട്ടത്തേന് എന്താ റെഡിയാക്കുന്നതെന്ന് ഓർത്ത് ഒരു ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. ഇതാണോ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും ഞാനങ്ങനെ ഓർത്തൊന്നും വെക്കത്തില്ല. ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ അത്യാവശ്യം പിന്നെ അറിയാം. അങ്ങനത്തെ ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെഡിയാക്കണം. നമ്മൾ വേറെ സ്പെഷ്യലൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു സാലഡും കൂടെ സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ചു, പിള്ളേർക്കും കൊടുത്തു. അപ്പോൾ ഇതൊക്കെയുള്ള ഇന്നത്തെ വിശേഷം.